ഹലോ, എല്ലാവർക്കും അപ്പം നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ എക്സസൈസ് 3.4 ചെയ്തില്ലേ. ഇനി നമുക്കൊരു പുതിയ ടോപ്പിക്ക്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. സത്യം പറഞ്ഞാൽ ഇവിടം തൊട്ട് ഒരു 9th സ്റ്റാൻഡേർഡിൻ്റെ ഒരു ലെവൽ സത്യം പറഞ്ഞാൽ അവിടെ നിന്നേ തുടങ്ങുന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്കറിയാമല്ലോ, നിങ്ങൾ 5ലും 6ലും പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ തുടങ്ങിയത് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ഇറാഷണൽ നമ്പർ അല്ലേ, ഇറാഷണൽ നമ്പേഴ്സ് എന്നാണ്. അതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാനുണ്ട്. എന്നിട്ട് വേണം നമുക്ക് ബാക്കി എക്സസൈസിലേക്ക് വരാൻ. ഇതൊക്കെ നല്ല തിട്ടമാക്കി വെച്ചിട്ട് വേണം നമുക്ക്. എന്താണ് ഈ റാഷണൽ നമ്പർ? നമ്മൾ റാഷണൽ നമ്പർ പഠിച്ചു ഇല്ലേ. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? എനി നമ്പർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം P/Q അല്ലേ. P/Q എന്ന് പറയുന്ന ഫോമിൽ എഴുതണം. P ആൻഡ് Q ആർ ഇൻഡിജേഴ്സ്. പിയും ക്യൂവും ഇൻഡിജേഴ്സ് ആണ്. P ആൻഡ് Q ആർ ഇൻഡിജേഴ്സ് ആൻഡ് Q നോട്ട് ഈക്വൽ ടു 0. Q 0 ആവാൻ പാടില്ല. ഇങ്ങനത്തെ നമ്പറിനല്ലേ നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ. Q നോട്ട് ഈക്വൽ ടു 0 ഈസ് കോൾഡ് എ റാഷണൽ നമ്പർ. P/Q എന്ന് പറയുന്ന ഫോമിൽ എഴുതണം. പിയും ക്യൂവും ഇൻറ്റിജർ ആയിരിക്കണം. Q 0 ആകാൻ പാടില്ല. ഇങ്ങനെയുള്ള നമ്പറിനെ നമ്മൾ എന്തോ പറയുന്നത്? റാഷണൽ നമ്പർ. അപ്പോൾ റാഷണൽ അല്ലാത്ത നമ്പർ, ഇത് റാഷണൽ നമ്പറാണ്. അപ്പോൾ റാഷണൽ അല്ലാത്ത നമ്പറിനെ നമ്മൾ എന്തോ പറയും? ഇറാഷണൽ നമ്പേഴ്സ്. അപ്പം നമ്പേഴ്സ് ദാറ്റ് ആർ നോട്ട് റാഷണൽ, നമ്പേഴ്സ് ദാറ്റ് ആർ നോട്ട് റാഷണൽ, നോട്ട് റാഷണൽ എന്ന് പറയും. റാഷണൽ അതായത് P/Q എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. നമ്പേഴ്സ് ദാറ്റ് ആർ നോട്ട് റാഷണൽ ആർ കോൾഡ് ഇറാഷണൽ. ആർ ഇറാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ. ഇത്രയേ ഉള്ളൂ നമ്പേഴ്സ് ഓഫ് ദ ഫോം. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ P/Q എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റത്തില്ല. √2, √3, √5 എന്നൊക്കെ പറയുന്ന നമ്പറില്ലേ, ഇതിനെയൊക്കെയാണ് നമ്മൾ ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഇറാഷണൽ നമ്പർ. ഇതിനകത്ത് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് √2ൻ്റെ കാര്യമാണ്. √1 എന്ന് പറഞ്ഞാൽ 1 എന്നറിയാമല്ലോ. അപ്പോൾ ആദ്യത്തെ ഇറാഷണൽ നമ്പർ, ആദ്യത്തെ എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് 1, 2, 3യുടെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ദാണ്ട് √2 ആണ് ഇറാഷണലായിട്ട് വരുന്നത്. ഇവിടെ പുസ്തകം ഒന്നുകൂടെ നോക്കിക്കോ. ഇവിടെ നമ്പേഴ്സ് നമ്മൾ പറഞ്ഞു ഇതല്ലാത്ത, ഇവിടെ ഒരു എക്സാമ്പിൾ അവർ കാണിച്ചിട്ടുണ്ട്. ഇതൊരു സ്ക്വയർ അല്ലേ. സ്ക്വയറിൻ്റെ ഒരു സൈഡ് 1 ആണെന്ന് വിചാരിക്കുക. ഈ സൈഡും 1 ആണ്. ഈ ആംഗിൾ 90 ഡിഗ്രി ആണല്ലോ. അപ്പോൾ പൈതഗോറസ് ABC നമ്മൾ എടുത്താൽ, ABC എടുത്താൽ പൈതഗോറസ് തിയറം അനുസരിച്ച് AC സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ആണല്ലോ. ഇത് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പൈതഗോറസ് തിയറം പഠിക്കുന്നതാണ്. അപ്പോൾ AC സ്ക്വയർ എന്ന് പറഞ്ഞാൽ AC AB ഇതും 1 ആണ്. 1 സ്ക്വയർ 1 പ്ലസ് 1 സ്ക്വയർ 1 2 കിട്ടി. AC സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണെങ്കിൽ AC എങ്ങനെയാണ് കിട്ടുന്നത്? AC ഈസ് ഈക്വൽ ടു √2 അല്ലേ. ഇത് നമുക്കറിയത്തില്ല ഇതിൻ്റെ ആൻസർ എന്താണെന്നല്ലേ. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, പെർഫെക്റ്റ് റൂട്ട് അല്ല. ഇങ്ങനെ വരുന്ന നമ്പറുകളെ നമ്മൾ ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഇറാഷണൽ നമ്പർ അതായത് √2, √3 ഇങ്ങനെയൊക്കെ വരുന്ന നമ്പറിനാണ് ഇറാഷണൽ നമ്പർ. ഇനി നമുക്ക് ഇതിൻ്റെ ഇറാഷണാലിറ്റി, ഇതെൻ്റെ ഇവിടെ കണ്ടോ, ദ പ്രൂഫ് ഓഫ് ഇറാഷണാലിറ്റി ഓഫ് √2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കും. പ്രൂവ് ദാറ്റ് √2 ഈസ് ഇറാഷണൽ. √2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ √2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഹിപ്പാസസ്, കണ്ടോ, ഹിപ്പാസസ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹം പൈതഗോറിയൻ സ്കൂളിലെ ആളായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം പ്രൂവ് ചെയ്തൊരു മെത്തേഡാണ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. എന്താണ് ഈ കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ? ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ചിന്തിച്ചു, എന്നിട്ട് നമ്മൾ അവസാനം കൊണ്ട് പറയില്ല നമ്മൾ പറഞ്ഞ തെറ്റാണ്, ഇതിങ്ങനെ അല്ല എന്നൊക്കെ പറയുന്ന മെത്തേഡിലാണ് നമ്മൾ അസ്യൂം ചെയ്യും. ഓപ്പോസിറ്റ് ഓഫ് വാട്ട് വി വാണ്ട് ടു പ്രൂവ്. നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മളങ്ങോട്ട് അസ്യൂം ചെയ്യും. എന്നിട്ട് നമ്മൾ പതുക്കെ ഒരു ലോജിക്കലായിട്ടുള്ള ഒരു ഡിസാസ്റ്ററിലേക്ക് വരും. ഇതിങ്ങനെ നമ്മൾ പറഞ്ഞതൊന്നും അല്ല സംഭവങ്ങളെന്ന് വരും. കണ്ടോ, ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. നെയിംലി വി അസ്യൂം ദ ഓപ്പോസിറ്റ് ഓഫ് വാട്ട് വി വാണ്ട് ടു പ്രൂവ് ചെയ്യേണ്ടതിൻ്റെ ഓപ്പോസിറ്റ് വിചാരിക്കും. ആൻഡ് ഷോ ദാറ്റ് ദിസ് അസംഷൻ ലെറ്റ്സ് ടു എ ലോജിക്കൽ ഡിസാസ്റ്റർ. ഒരു ലോജിക്കൽ ഡിസാസ്റ്ററിലേക്ക് എത്തിച്ചേരും. അവിടെ പ്രൂഫ് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ അതൊരു പേപ്പറെ നല്ലതായിട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് √2 എന്ന് പറയുന്നത് ഇറാഷണൽ ആണ്. ശ്രദ്ധിച്ചിരുന്നോണം. നമ്മളതിൻ്റെ കോൺട്രഡിക്ഷൻ ലെറ്റസ് അസ്യൂം അല്ലെങ്കിൽ അസ്യൂം ദാറ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ലെറ്റസ് അസ്യൂം ദാറ്റ് √2 ഈസ് റാഷണൽ. √2 റാഷണൽ ആണെന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്യുകയാണ്. നമുക്ക് കോൺട്രഡിക്ഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. √2 റാഷണലാണ്. റാഷണൽ നമ്പർ പറഞ്ഞു ഏത് ഫോമിൽ എഴുതാൻ പറ്റുന്നത്? P/Q എന്ന് എഴുതണം. P ആൻഡ് Q ആർ ഇൻഡിജേഴ്സ്, Q നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ റാഷണൽ അല്ലെങ്കിൽ √2 റാഷണൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം എന്തോ എഴുതാം? ദെയർഫോർ √2നെ നമുക്ക് എങ്ങനെ എഴുതാം? √2 ഈസ് ഈക്വൽ ടു P/Q വെയർ P ആൻഡ് Q ആർ ഇൻഡിജേഴ്സ് ആൻഡ് Q നോട്ട് ഈക്വൽ ടു 0. പിന്നെ നമ്മളൊരു കണ്ടീഷനും പറയണം. P/Q ഈസ് ഇൻ ദ ലോവസ്റ്റ് ഫോം.
ഏറ്റവും ചെറിയ ഫോമിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, ലോവസ്റ്റ് ഫോം എന്ന് എഴുതണം. അതല്ലെങ്കിൽ നമുക്ക് പറയാം വേർ പി ആൻഡ് ക്യു ആർ കോപ്രൈം ആണെന്ന് പറയാം. ഈ ഒറ്റ വാക്കിൽ എഴുതിയാൽ മതി, കോപ്രൈം. കോപ്രൈം എന്ന് പറഞ്ഞാൽ എന്താ, അതിന് ഒൺലി വൺ എന്ന് പറയുന്ന മാത്രമേ ഉള്ളൂ കോമൺ ഫാക്ടർ. ഇറ്റ് ഹാസ് നോ അതർ കോമൺ ഫാക്ടർ അതർ ദാൻ വൺ. കോമൺ ഫാക്ടറായിട്ട് ആകെ 1 ഉള്ള നമ്പറിനെ നമ്മളെന്തോ പറയുന്നത്, കോപ്രൈം നമ്പേഴ്സ്. 2 നമ്പേഴ്സ് ആർ കോപ്രൈം ഇഫ് ദർ HCF ഈസ് 1. അതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 ആണെങ്കിൽ അതിനെയാണ് നമ്മളെന്തോ പറയുന്നത്, കോപ്രൈം. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. 2 നമ്പർ കോപ്രൈം ആണെന്ന് പറഞ്ഞാൽ അതിനാകെപ്പാടെ 1 എന്ന് പറയുന്ന ഒരു കോമൺ ഫാക്ടർ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നോക്കി 2/3. 2നെ നമുക്ക് കോമൺ ആയിട്ട് 2 × 1 3 × 1. അതിന് കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഏതൊക്കെ ഉള്ളൂ, 1 മാത്രമേ ഉള്ളൂ അല്ലേ. അതേസമയം നമുക്ക് 4/8 പറയുകയാണെങ്കിൽ 4/8 ആണെങ്കിൽ നമുക്കിതിനെ 2 × 2 എന്ന് എഴുതാം, ഇതിനെ നമുക്ക് 2 × 4 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അതിന് വേണ്ട കോമൺ ആയിട്ട് 2 പേർക്കും 2 എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 2 × 2 ഡിവൈഡഡ് ബൈ 2 × 4നെയും 2 × 2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇവിടെ ഒരു 2 എന്ന് പറയുന്ന കോമൺ ഉണ്ട്, ഇവിടെയും 2 എന്ന് പറയുന്ന ഒരു കോമൺ ഉണ്ട്. അതായത് 2 2s are 4 കോമൺ ആണ്. എന്നാൽ കോപ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ അതിനകത്ത് 1 മാത്രമേ അതിൻ്റെ എന്താ പറയുന്നത് കോമൺ ഫാക്ടറായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ആദ്യമേ തന്നെ പറയണം ലെറ്റ് √2 ഈസ് റാഷണൽ. ദെയർഫോർ √2 ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം p/q വേർ p/q ഈസ് p ആൻഡ് q ആർ കോപ്രൈം എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇത്രയും p/q ഈസ് ഇൻ ദ ലോവസ്റ്റ് ഫോം ഓർ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഏതാ എളുപ്പമെന്ന് വെച്ചാൽ അത് എഴുതണം. p ആൻഡ് q ആർ കോപ്രൈം എന്ന് അത്ര എഴുതിയാൽ മതി, ഈ ഒരു വരി p ആൻഡ് q ആർ കോപ്രൈം. അതിൻ്റെ അർത്ഥം എന്തോ അതിന് കോമൺ ഫാക്ടറായിട്ട് 1 ഉള്ളൂ, അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത ആൻസർ ഒന്നുകൂടെ നോക്കിക്കേ, √2 ഈസ് ഈക്വൽ ടു p/q ആണ്. നമ്മളിതിനെ അങ്ങ് സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്യുമ്പം 2 വശവും ചെയ്യണമല്ലോ. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ് എന്ന് വേണം എഴുതാം, അല്ലെ സ്ക്വയറിങ് എന്ന് എഴുതിയാലും അണ്ടർസ്റ്റുഡാണ്. 2 വശത്തും നമ്മൾ സ്ക്വയർ ചെയ്തേ പറ്റത്തുള്ളൂ, ഈക്വൽ സൈൻ ബോത്ത് സൈഡ്സ്. √2നെ സ്ക്വയർ ചെയ്യുന്നു, √2ൻ്റെ സ്ക്വയർ. ഇതൊക്കെ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം. p/qനെയും സ്ക്വയർ ചെയ്യുന്നു. ആദ്യം ചെയ്തപ്പോൾ വൃത്തിയായിട്ട് അങ്ങ് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. √2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ സ്ക്വയർ റൂട്ട് മാറി അത് വെറും 2 ആവും. 2 ഈസ് ഈക്വൽ ടു p²/q². അല്ലേ. ക്രോസ് മൾട്ടിപ്ലൈ എന്തോ കിട്ടും, p² ഈസ് ഈക്വൽ ടു 2q². p² എന്ന് പറയുന്നത് 2q² ആണ്. അതായത് p² ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. p² എന്ന് പറയുന്നത് 2 ഇൻറ്റു ഒരു നമ്പർ എന്നല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് പറയാം പിന്നെ ഒരു ഈവൻ നമ്പറാണ്. p² ഈവൻ നമ്പറാണ്. p² ഈവൻ ആണെങ്കിൽ പിയും ഈവൻ ആയിരിക്കത്തില്ലയോ. ഇപ്പോൾ നമ്മളൊരു p² ഈസ് ഈക്വൽ ടു 36 എന്നൊന്ന് എടുത്ത് നോക്കിയാൽ 36 ഒരു ഈവൻ നമ്പറാണല്ലോ. അപ്പോൾ p എന്ന് പറയുന്നത് √36 ആണ്, അത് 6 ആണ്. 6 എന്ന് പറയുന്നത് ഈവൻ ആണല്ലോ. ഏതൊരു ഈവൻ നമ്പറിൻ്റെ സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ, ഉദാഹരണം നോക്കാം, p² ഈസ് ഈക്വൽ ടു 64 എന്നെടുത്തു. ഇത് ഒരു ഈവൻ നമ്പർ ആണല്ലോ, ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. അപ്പോൾ p എന്ന് പറയുന്നത് √64 8, അത് ഈവൻ ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ എന്താ, p² ഈസ് ഈക്വൽ ടു 2q² ഇംപ്ലൈസ് p² ഈസ് ഈവൻ ഇംപ്ലൈസ് ഷോയിങ് ദാറ്റ് എന്നുള്ളതാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഷോ ദാറ്റ് p² ഈസ് ഈവൻ ആൻഡ് therefore p is even. p² ഈവൻ ആയതുകൊണ്ട് p ഈവൻ ആണ്. അതാണ് നമ്മൾ ഇതിൻ്റെ ഇവിടെ പറഞ്ഞത്. p² 36 ആണ്. p എന്ന് പറയുന്നത് 36ൻ്റെ റൂട്ടായ 6ഉം ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ p² ഈവൻ ആണെങ്കിൽ പിയും എന്ത് തന്നെ ആയിരിക്കും, ഈവൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ p² ഈസ് ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷനായിട്ട് അവിടെ ഇട്ടായിരുന്നു. ഇക്വേഷൻ നമ്പർ p² ഈവൻ ആണ്. അപ്പോൾ പിയും ഈവൻ ആണ്. അപ്പോൾ പിയെ നമുക്ക് ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ 2ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാമല്ലോ. നമ്മളിങ്ങനെ എഴുതി ലെറ്റ് p ഈസ് ഈക്വൽ ടു പിന് നമ്മൾ ഒരു 2r² s² k² നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ എഴുതുക. p ഈസ് ഈക്വൽ ടു 2k k² അല്ല 2k എന്ന് കിട്ടും. ഒരു ഈവൻ നമ്പർ ആണല്ലോ, p ഈവൻ ആണ്. ലെറ്റ് p ഈസ് ഈക്വൽ ടു ഈവൻ നമ്പർ എല്ലാം 2ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ലെറ്റ് p ഈസ് ഈക്വൽ ടു 2k. നമ്മൾ ഈ ഒരു വാല്യൂ, അതായത് ഇക്വേഷൻ നമ്പർ A ആയിട്ട് കിടക്കട്ടെ, ഈ പിയുടെ വാല്യൂ എടുത്തത് എൻ്റെ ഫസ്റ്റ് ഇക്വേഷനകത്തോട്ട് കൊടുത്തു. അതുകൊണ്ട് ഇക്വേഷൻ 1 ഗീവ്സ്, ഇക്വേഷൻ 1 എങ്ങനെയായിട്ട് മാറി, p² പകരം 2k the whole square is equal to 2q² എന്ന് എഴുതി അല്ലേ. ab the whole square എന്താ, 2ൻ്റെ സ്ക്വയർ എടുക്കണ്ടേ, 2ൻ്റെ സ്ക്വയർ എത്ര, 2² ഇൻറ്റു k² is equal to 2q². 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. 4k² is equal to 2q².
ആണല്ലോ. അപ്പോൾ ക്യൂ സ്ക്വയർ എന്തോ അതിനെ ഡിവൈഡ് ചെയ്യുമല്ലോ. ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4k സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം നമുക്ക് 2k സ്ക്വയർ എന്നല്ലേ കിട്ടുന്നത്, 2k സ്ക്വയർ. ഇതിൽ നിന്ന് എന്തോ കിട്ടി, ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2k സ്ക്വയർ ഇംപ്ലൈസ് ഇവിടുന്ന് എന്തോ പറയാം, ക്യൂ സ്ക്വയർ ഈസ് ഈവൻ. ക്യൂ സ്ക്വയർ ഒരു ഈവൻ നമ്പർ അല്ലേ, 2ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. അതുകൊണ്ട് നമ്മൾ ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ ക്യൂ ഈസ് ഈവൻ. മനസ്സിലായോ? ക്യൂവും ഈവൻ ആണ്. ക്യൂ സ്ക്വയർ ഈവൻ ആണെങ്കിൽ ക്യൂവും ഈവൻ ആണ്. ഇനി എന്താണ്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കിയാൽ ഇത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് എടുക്കാം, ഇത് സ്റ്റേറ്റ്മെൻറ്റ് 3 എന്ന് എടുക്കാം. നോക്കിയേ, ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താ, പി ഈവൻ ആണ്. അതായത് പി 2ൻ്റെ ഒരു ഗുണിതമാണ്, 2ൻ്റെ മൾട്ടിപ്പിളാണ്. ഇവിടെ കിട്ടി ക്യൂ ഒരു 2ൻ്റെ മൾട്ടിപ്പിളാണ്. അതായത് പി എന്ന് പറയുന്നത് 2 ഇൻറ്റു സം നമ്പറാണ്, ക്യൂ എന്ന് പറയുന്നത് 2 ഇൻറ്റു ഒരു നമ്പറാണെന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്, ഈവൻ ആയതുകൊണ്ട്. പക്ഷേ നമ്മൾ എന്തോ എടുത്ത് പിക്കും ക്യൂവും കോപ്രയുമാണ്. അതിന് 1 അല്ലാതെ ഒരു കോമൺ ഫാക്ടറും കാണാൻ പാടില്ല. ഇപ്പം നമുക്ക് എന്തോ കിട്ടിയേ, 2 പേർക്കും 2 എന്ന് പറയുന്നത് ഒരു കോമൺ ഫാക്ടറാണ്. അപ്പം നമ്മൾ ഇങ്ങനെ എടുത്തേച്ച് തിരിച്ച് നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ എടുത്തത് തെറ്റാണ്. അതുകൊണ്ട് വാട്ട് വി ഹാവ് അസ്യൂംഡ് ഈസ് റോങ്. നമ്മൾ അസ്യൂം ചെയ്ത √2 റാഷണലാന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് √2 ഇറാഷണലാണ്. ദെയർഫോർ √2 ഈസ് ഇറാഷണൽ. കഥയൊക്കെ എഴുതണം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, നമുക്ക് എന്താണ് വാട്ട് വി വാണ്ട് ടു പ്രൂവ്, വി അസ്യൂം ദ ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കും. അതിനാണ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്ന പേര്. ഒന്നുമില്ല, വെറും സിമ്പിൾ കാര്യമേ ഉള്ളൂ. നമ്മൾ ആദ്യം എന്തോ ചെയ്തു, √2 റാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത എന്തോ √2 ഇറാഷണൽ ആണെന്ന്. √2 ഇറാഷണൽ ആണ്, √2നെ റാഷണൽ നമ്പറിൻ്റെ √2 റാഷണൽ ആണെന്ന് എടുക്കാൻ പറഞ്ഞു. റാഷണൽ നമ്പറിൻ്റെ ഡെഫിനിഷനെ p/q ആണല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു √2 റാഷണൽ ആണ്, അതുകൊണ്ട് √2നെ p/q എന്ന് എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ കണ്ടീഷനും കൂടെ പറയണം, p and q are കോപ്രൈം, വേർ p and q are കോപ്രൈം. അല്ലെങ്കിൽ p/q ഈസ് ഇൻ ദ ലോവസ്റ്റ് ഫോം, ഏറ്റവും ചെറിയ ഫോമിലാണ്. കോമൺ ഫാക്ടർ ഒന്നായിട്ട് കിടക്കുകയാണ്. ഈ രണ്ടിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ വീണ്ടും എഴുതി √2 ഈസ് ഈക്വൽ ടു p/q, രണ്ടിടവും സ്ക്വയർ ചെയ്തു. അപ്പോൾ 2 ഈസ് ഈക്വൽ, ഈ സ്റ്റെപ്പിൽ നിന്ന് ഇവിടുന്ന് നേരെ സ്ക്വയറിങ് എന്ന് എഴുതിയിട്ട് അങ്ങ് എഴുതാവേ. 2 ഈസ് ഈക്വൽ ടു p²/q². ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി p² ഈസ് ഈക്വൽ ടു 2q². അതിൻ്റെ അർത്ഥം p² ഈസ് ഈവൻ. p² ഈവൻ ആണെങ്കിൽ പിയും എന്ത് തന്നെ ആയിരിക്കും, ഈവൻ. ഈ എക്സാമ്പിളൊന്നും നിങ്ങൾ കാണിക്കണ്ട, നിങ്ങൾ ഈ എക്സാമ്പിളൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതിയാൽ മതി, നിങ്ങൾക്ക് നേരിട്ട് അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ p² ഈവൻ ആണ്. അപ്പോൾ ഈവൻ ആയിട്ടുള്ള ഒരു നമ്പറിനെ വെറുതെ നമ്മൾ 2k എന്നിട്ട് കൊടുത്തു. എന്നിട്ട് ഈ 2kയുടെ വാല്യൂ നമ്മൾ ആദ്യ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 2k² ഈസ് ഈക്വൽ ടു 2q². അവിടുന്ന് സിംപ്ലിഫൈ ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ, q² 2k² ആണ്. അതായത് q² ഒരു ഈവൻ നമ്പറാണ്. q² ഈവൻ ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് ക്യൂവും ഈവൻ ആണ്. ഇപ്പം നമുക്ക് എന്താ കിട്ടിയേ, പിയും ക്യൂവും 2 ഈവൻ നമ്പേഴ്സാണ്. അതായത് പിക്കും ക്യൂവിനും കുറഞ്ഞത് 2 എങ്കിലും കോമൺ ആയിട്ട് കാണും. നമ്മൾ എടുത്തത് p/q ലോവസ്റ്റ് ഫോമിലാണല്ലേ, പിയും ക്യൂവും കോപ്പറയുമാണ്. അതിന് വേറെ ഒരു കോമൺ ഫാക്ടർ ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ 2 ഈവൻ നമ്പറാണെങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു കോമൺ ഫാക്ടർ 2 കാണുമല്ലോ. അപ്പോൾ പിക്കും ക്യൂവിനും 2 എന്ന് പറയുന്ന ഒരു കോമൺ ഫാക്ടർ കിട്ടി, വിച്ച് ഈസ് എഗനിസ്റ്റ് അവർ അസംഷൻ. നമ്മൾ അസ്യൂം ചെയ്തതിന് എഗനിസ്റ്റ് ആയിട്ടാണ് വന്നത്, അല്ലെങ്കിൽ അതൊരു എന്താ പറഞ്ഞ ലോജിക്കൽ ഡിസാസ്റ്റർ ആയിട്ട് വന്നു. അതുകൊണ്ട് വാട്ട് വി ഹാവ് അസ്യൂംഡ് ഈസ് റോങ്, √2 ഈസ് ഇറാഷണൽ. √2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്തു. മനസ്സിലായോ? സിമ്പിളല്ലേ സംഭവം. നമുക്കൊന്നുകൂടെ അതിനാവശ്യമുള്ളത് മാത്രം ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ലെറ്റ് √2 ഈസ് ഈക്വൽ ടു √2 ഈസ് റാഷണൽ. √2 റാഷണൽ ആണെന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്തു. ദെയർഫോർ √2 ഈസ് ഈക്വൽ ടു p/q വെയർ p and q are കോപ്രൈം. അവിടെ അങ്ങ് എഴുതി വെച്ചേക്കണം കോപ്രൈം. ആവശ്യമുള്ള കാര്യം മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി, കണ്ടോ, അങ്ങ് പഠിച്ചു വെച്ചേക്കണം. ഇനി നമ്മൾ എന്തോ ചെയ്തു, സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. 2 വശം സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്, 2 വശവും നമ്മളൊന്ന് സ്ക്വയർ ചെയ്തു. സിമ്പിളാണ്, ബോത്ത് സൈഡ്സ്. അപ്പോൾ 2 ഈസ് ഈക്വൽ ടു p²/q². ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തോ കിട്ടി, q² ഈസ് ഈക്വൽ ടു p², ഇതല്ലേ, p² ഈസ് ഈക്വൽ ടു 2q² ആണ്. ഇംപ്ലൈസ് എന്ത് കാണിക്കുന്നു,
ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതിയേക്കണം. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതിയേക്കണം. പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2q സ്ക്വയർ ഇംപ്ലൈസ് പി സ്ക്വയർ ഈസ് ഈവൻ. പി സ്ക്വയർ ഈവൻ ആണ്. ദെയർഫോർ പി ഈസ് ഈവൻ. അത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. നമ്മൾ അവിടെ ഒന്നും കാര്യം പറയണ്ട. ഞാൻ മുമ്പ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സാമ്പിൾ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. പി ഈസ് ഈവൻ. ലെറ്റ് പി ഈസ് ഈക്വൽ ടു 2k. പിക്ക് പകരം നമ്മൾ 2k എന്ന് എടുത്തു. പുട്ടിംഗ് ദ വാല്യൂ ഓഫ് പി ഇൻ ഇക്വേഷൻ നമ്പർ 1. ദെയർഫോർ ഇക്വേഷൻ 1 ബിക്കംസ്, ഇക്വേഷൻ 1 എന്തായിട്ട് മാറും? 2k ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2q സ്ക്വയർ. എന്നിട്ട് 4k സ്ക്വയർ ഇസ് ഈക്വൽ ടു 2q സ്ക്വയർ ആണല്ലോ. ഇവിടെ വെച്ച് തന്നെ വേണേൽ രണ്ടും വെട്ടിപ്പോയിട്ട് നമുക്ക് പറയാം q സ്ക്വയർ ഇസ് ഈക്വൽ ടു 2k സ്ക്വയർ. തിരിച്ചങ്ങ് എഴുതിയെന്നേ ഉള്ളൂ നമുക്ക് q കൊണ്ടുവരാൻ വേണ്ടി. ദെയർഫോർ q ഈസ് ഈവൻ. q സ്ക്വയർ ഈസ് ഈവൻ. 2k സ്ക്വയർ എന്ന് പറഞ്ഞാൽ q സ്ക്വയർ ഈവൻ അല്ലേ? q സ്ക്വയർ ഈസ് ഈവൻ. ദെയർഫോർ അതുകൊണ്ട് എന്തോ പറയാം? q ഈസ് ഈവൻ. q ഈവൻ ആണ് അല്ലേ? നൗ വി ഗോട്ട്, നമുക്ക് എന്തോ കിട്ടി? നൗ വി ഗോട്ട് P and Q are both even. രണ്ട് ഈവൻ ആണെന്ന്. both even. They're even. Therefore, they have at least, കുറഞ്ഞ പക്ഷം എന്താണ്? at least 2 as a കോമൺ ഫാക്ടർ. രണ്ടിനും കോമൺ ഫാക്ടറായിട്ട് കുറഞ്ഞ പക്ഷം നമുക്ക് 2 എങ്കിലും കാണും. കാരണം 2 ഈവൻ നമ്പർ ആണെന്ന് പറഞ്ഞാൽ 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് കോമൺ. വിച്ച് ഈസ് എഗനിസ്റ്റ് അവർ അസംഷൻ. വിച്ച് ഈസ് എഗനിസ്റ്റ് അവർ അസംഷൻ. നമ്മൾ എടുത്തതിന് എതിരായിട്ടാണ്. എഗനിസ്റ്റ് അവർ അസംഷൻ ദാറ്റ് P and Q are കോപ്രൈം. കോപ്രൈം ആണെന്ന് പറഞ്ഞതിന് കോപ്രൈം ആണെന്ന് പറഞ്ഞതിന് എതിരായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദെയർഫോർ വാട്ട് വി ഹാവ് അസ്യൂംഡ് ഈസ് റോങ്. വാട്ട് വി ഹാവ് അസ്യൂംഡ് ഈസ് റോങ്. ചുമ്മാ ഈ കഥ എഴുതിയാൽ മതി. കണ്ടോ? അസ്യൂംഡ് ഒരു പ്രയാസമില്ല. അസ്യൂംഡ് ഈസ് റോങ്. ദെയർഫോർ √2 ഈസ് ഇറാഷണൽ. √2 ഇറാഷണൽ ആണ്. മനസ്സിലായോ? സിമ്പിൾ കാര്യം. പിടികിട്ടിയല്ലോ? ഇത്രയേ ഉള്ളൂ √2 ഇറാഷണൽ ആണെന്ന്. ഇനി നമുക്ക് വേറൊന്നും കൂടെ പ്രൂവ് ചെയ്യാം. √3 ഇറാഷണൽ ആണെന്ന് നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. എന്താണ്ട് ഈ പേപ്പറിലോട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ √3 ഇറാഷണൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലേ? നമ്മൾ എന്തോ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? കോൺട്രഡിക്റ്ററി മെത്തേഡ്. നമ്മൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അങ്ങോട്ട് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ലെറ്റ് √3 ഈസ് റാഷണൽ. √3 ഈസ് റാഷണൽ. നമ്മൾ √3 റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ നമുക്ക് എന്തോ എടുക്കാം? √3 ഈസ് ഈക്വൽ ടു p/q. p/qോ a/bയോ എന്തോ വേണേലും എഴുതാം. ക്രോസ് മൾട്ടി സ്ക്വയറിങ്. സ്ക്വയർ ചെയ്യുമ്പം സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. ഇതേ സ്റ്റെപ്പിൽ അങ്ങ് പോയാൽ മതി സ്ക്വയറിങ്. നമുക്ക് എന്തോ കിട്ടി? 3 ഈസ് ഈക്വൽ ടു p²/q². ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തോ കിട്ടി? p². ഇവിടെ എഴുതിയിട്ടേ p/q എന്ന് എഴുതിയിട്ട് ഇവിടെ എഴുതണം വേർ p and q are എന്താണ്? കോപ്രൈമാണ്. കോപ്രൈം. അത് മറന്നു അല്ലേ? ഇതിന് കോമൺ ഒന്നും ഇല്ലെന്നും പറഞ്ഞേ നമ്മൾ തുടങ്ങത്തുള്ളൂ. കോപ്രൈമാണ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം 3 ഈസ് ഈക്വൽ ടു p²/q² ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ p² ഈസ് ഈക്വൽ ടു 3q². അവിടെ നമ്മൾ ഈവൻ എന്നല്ലേ ഇവിടെ എഴുതിയേ? ഇവിടെ എന്തോ പറയാൻ പറ്റുന്നത്? p² ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. Therefore, p is also a multiple of 3. അവിടെ മൾട്ടിപ്പിൾ ഓഫ് 2 ആയിരുന്നു. ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ ഓഫ് 3 എന്നെടുത്ത്. മൾട്ടിപ്പിൾ ഓഫ് 3. അതുകൊണ്ട് ലെറ്റ് p ഈസ് ഈക്വൽ ടു, അവിടെ √2k എന്നല്ലേ എടുത്തേ? ഇവിടെ 3k എന്ന് എടുക്കണം. അത്രയേ ഉള്ളൂ. 3k. കണ്ടോ? നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ ഇതല്ലായിരുന്നു. ഇക്വേഷൻ 1 ബിക്കംസ്, ഇക്വേഷൻ 1 എന്താ കിട്ടുന്നത്? p². അതായത് 3k ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3q² കിട്ടി. 3k ദ ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 9k² ഇസ് ഈക്വൽ ടു 3q². രണ്ടിടത്തു നിന്നും 3യും ക്യാൻസൽ, 9ഉം ക്യാൻസൽ ആകുമ്പം q² ഇസ് ഈക്വൽ ടു 3k². അല്ലേ? ദെയർഫോർ q² ഈസ് എ multiple of 3. Multiple of 3. Therefore, Q is also a multiple of 3.
ഇപ്പം നോക്ക് P/Q ലോവസ്റ്റ് ഫോമിലാണ് കോപ്രൈമാന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ഇപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി? P എന്ന് പറയുന്നത് 3യുടെ ഒരു മൾട്ടിപ്പിളാണ്, Q എന്ന് പറയുന്ന ഒരു 3യുടെ ഒരു മൾട്ടിപ്പിളാണ്. അപ്പോൾ Pക്കും Qനും കോമൺ ആയിട്ട് ആരുണ്ട്? 3 ഉണ്ട്. നൗ P and Q are multiples of 3, showing that they have at least, കുറഞ്ഞ പക്ഷം എന്താ ഉള്ളത്? അറ്റ്ലീസ്റ്റ് 3 ആസ് എ കോമൺ ഫാക്ടർ. രണ്ടിനും പൊതുവായിട്ട് കുറഞ്ഞ പക്ഷം 3 എങ്കിലും കോമൺ ഫാക്ടറാണ്. വിച്ച് ഈസ് എഗനിസ്റ്റ് അവർ അസംഷൻ. Against our assumption that P and Q are coprime. Pയും Qയും കോപ്രൈമാന്ന് പറഞ്ഞതിന് എതിരാണ്. Therefore നമുക്ക് എന്താ പറയാം? √3 ഈസ് ഇറാഷണൽ. √3 ഇറാഷണലാണ്. 5 എടുക്കാൻ പറഞ്ഞാൽ √5 ഇറാഷണലാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ തന്നെ തുടങ്ങണം. അപ്പം ഈ P² എന്ന് പറയുന്ന 5 അല്ലേ, √5 അല്ലേ, 5Q² എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് വേണം? P² ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 ആയതുകൊണ്ട് P ഒരു 5ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ നമ്മൾ ഈ 3K നടക്കുന്നതിനകത്ത് പകരം അവിടെ എന്ത് കൊടുക്കണം? 5K എന്ന് എടുക്കണം. കണ്ടോ? 5K എന്ന് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെയും കിട്ടും 5K². 25 എന്ന് എഴുതി സ്ക്വയർ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ Q² എന്ന് പറയുന്നതും 5ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. അപ്പോൾ Pക്കും Qവിനും 5 ഒരു കോമൺ മൾട്ടിപ്പിളാണ്. 7 ചോദിച്ചാൽ 7K എന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതേ സ്റ്റെപ്പ് അങ്ങോട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ആൻസർ, ഏതൊരു ഇറാഷണൽ നമ്പറും അല്ലെ നമുക്ക് തരുന്ന നമ്പർ ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ കോൺട്രഡിക്ഷൻ മെത്തേഡ് ഉപയോഗിക്കണം. എല്ലാവർക്കും മനസ്സിലായല്ലോ? നന്നായിട്ട് ഇത് 1-2 പ്രാവശ്യം ഈ വീഡിയോ കാണണം. കണ്ടു കഴിഞ്ഞിട്ട് നന്നായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മുടെ √7 എടുത്ത് വെച്ച് നമ്മൾ തന്നെത്താനൊന്ന് ചെയ്യുക. അപ്പം നമുക്കത് ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും ആ ഒരു ആൻസർ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിക്കേ. ഇനിയും കുറേ കാര്യങ്ങൾ ഈ ലെസണകത്തുണ്ട്. അടുത്ത കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ്, അടുത്ത ഭാഗത്തേക്ക് എത്തുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഇതിനെ നമ്പർ ലൈനെ വരയ്ക്കുന്നത്? കണ്ടോ, നമ്പർ ലൈനയിൽ എങ്ങനെയാണ് നമുക്ക് √2 √3 ഒക്കെ നമ്പർ ലൈനെ വരയ്ക്കുന്നത്? അതും സിമ്പിളാണ്. ഇവരെന്താ ചെയ്തേക്കുന്നതെന്ന് നോക്കി. ഇവിടെ നമ്മൾ 0, 1, 2, 3 ഞാനൊന്ന് വരച്ച് കാണിക്കാം. √2ഉം √3ഉം ഒക്കെ ഞാൻ നമ്പർ ലൈനിൽ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കണം. റെപ്രസെൻറ്റ് √2 and √3 ഓൺ ദ നമ്പർ ലൈൻ. representing നമ്പർ ലൈനെ റെപ്രസെൻറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? വെറുതെ എഴുതി ഇനിയും സമയം കളയണ്ട. കാരണം വീഡിയോ ലെങ്തി ആയിപ്പോയാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ടീച്ചർ അത് എത്രയും കുറയ്ക്കാമോ അത്രയും കുറയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് √2നെ എങ്ങനെയാണ് നമുക്ക് നമ്പർ ലൈനിൽ എഴുതുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അതിന് നമുക്ക് ഇച്ചിരി കോമ്പസും കാര്യങ്ങളും, കോമ്പസ് അല്ല പ്രൊട്രാക്ടറൊക്കെ വേണം. അപ്പോൾ നമ്മളിതാ ഒരു നമ്പർ ലൈൻ അങ്ങോട്ട് വരച്ചു. നമ്പർ ലൈൻ ഇച്ചിരി മതി, കുറച്ച് കുഞ്ഞൊരു നമ്പർ ലൈൻ വരച്ചു. നമ്പർ ലൈൻ വരച്ചിട്ട് അവിടെ 0 മാർക്ക് ചെയ്തു. 0 അല്ലേ? എന്നിട്ട് നേരെ ഇവിടെ 6 കൊണ്ടുവച്ചിട്ട് ഞാൻ അങ്ങോട്ട് എഴുതുകയാണ്. 7, 8, 9 അങ്ങോട്ട്. ഇവിടെ 5ൻ്റെ അവിടെ, 4ൻ്റെ അവിടെ, 3ൻ്റെ അവിടെ, 2ൻ്റെ അവിടെ ഒക്കെ ചുമ്മാ ഇങ്ങനെ മാർക്ക് ചെയ്യുക. നമുക്ക് നല്ലതായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ എന്തോ 1, 2, 3 അങ്ങോട്ട്. ഇവിടെ -1, -2, -3 ഇങ്ങോട്ട് അല്ലേ? നമ്മൾ ഈ എക്സ് ആക്സിസിൽ ആദ്യം നമ്മൾ 1 സെൻറ്റിമീറ്റർ എടുത്തു. മുമ്പേ നമ്മളൊരു സ്ക്വയറിൻ്റെ കാര്യം പറഞ്ഞാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ക്വയറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇത് 1ഉം ഇത് 1ഉം ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് √1² + 1² √2 എന്ന് കിട്ടുമല്ലോ. അത് തന്നെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടുന്ന് 1 എടുത്തിട്ട് ഈ 1ൻ്റെ നേരെ മേളിലായിട്ട് 90 ഡിഗ്രി 90 ഡിഗ്രിയിൽ നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ സെൻറ്റർ ഓഫ് അട്രാക്ടർ ഇവിടെ കൊണ്ടുവയ്ക്കണം. കൊണ്ടുവച്ചിട്ട് നേരെ 90 ഡിഗ്രി നോക്കണം. നല്ലതായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ടുണ്ടോ നോക്കണേ. കറക്റ്റ് 90 ഡിഗ്രി ആയിരിക്കണേ. നമ്മൾ നേരെ 90ൻ്റെ അവിടെ മാർക്ക് കൊണ്ട് ചെയ്തു. ഇതാണല്ലോ നമ്മുടെ 90ൻ്റെ ലൈൻ. 90ൻ്റെ ലൈൻ അങ്ങോട്ട് വെച്ചിട്ട് അങ്ങ് വെളിയിൽ പോയി. 90ൻ്റെ ലൈൻ വെളിയിലായിപ്പോയി. അപ്പോൾ നമ്മൾ വരയ്ക്കുന്നുണ്ടേ വേറെ എവിടെയെങ്കിലും കിട്ടും. 90ൻ്റെ പോയിൻ്റ് ഇതേ നേർക്ക് കൊണ്ടുവയ്ക്കാൻ. 90 ഇതാണ്, ശരിയാണല്ലോ? അത് തന്നെ ഇവിടെ വെച്ചു. എന്നിട്ട് നമ്മളിനി മാർക്കും പേപ്പർ മാറ്റല്ലേ. അപ്പോൾ നമ്മുടെ സ്കെയിൽ എടുത്ത് വെച്ചിട്ട് നേരെ 90 നോക്കി ഒന്ന് പിടിച്ചോ. ഇവിടാണ് 90.
90 വെച്ചു. ഇതാ ഈ ലൈൻ 90 ഡിഗ്രിയിലാണ് കിടക്കുന്നത്. കണ്ടോ, ഈ ലൈൻ നമുക്ക് 90 ഡിഗ്രിയിലാണ് കിടക്കുന്നത്. ഈ ലൈനിൽ ഇനി നമ്മളൊരു ഒരൊറ്റ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. ആൻഡ് ഇവിടെ 2 വല്ലോ ഇങ്ങോട്ട് വെച്ചിട്ട് നേരെ 1ൻ്റെ അവിടെ കൊണ്ടുപോയി ഇതാണ് 1 സെൻറ്റിമീറ്റർ. നേരെ 1 സെൻറ്റിമീറ്റർ അങ്ങ് മാർക്ക് ചെയ്തു, നേരെ പെർപെൻഡിക്കുലർ വരച്ചു. എന്നിട്ട് ഈ 0യിൽ നിന്ന് നേരെ ആ 1 സെൻറ്റിമീറ്ററിലേക്ക് വരച്ചു. എല്ലാം ആക്യുറേറ്റ് ആയിരിക്കണം കേട്ടോ. നല്ലതായിട്ട് പെൻസിൽ ഷാർപ്പുള്ള പെൻസിൽ വെച്ചൊക്കെ വരയ്ക്കാം. ടീച്ചർ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത്തിരി വലുതായിട്ട് വരയ്ക്കുന്നതേ ഉള്ളേ. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഷാർപ്പ് പെൻസിൽ ഉപയോഗിക്കണം. അപ്പോൾ അതാ ഇത് 1 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്ര കിട്ടുന്നത്? ഇതുപോലെ √(1² + 1² √2 കിട്ടും. കണ്ടോ, ഇനി നമ്മൾ എന്തോ ചെയ്യണം? നമ്മുടെ കോമ്പസ് ഇങ്ങോട്ട് എടുക്കണം. കോമ്പസ് അങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് √2 റാഷണൽ നമ്പർ പ്രൂവ് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ നമ്മൾ √2 നമ്പർ ലൈനെ വരയ്ക്കണ്ടേ. നമ്പർ ലൈനെ √2 വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ ഞാൻ കളർ പേന തന്നെ എടുത്തതാ. ഇവിടുന്ന് അതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് ഇതല്ലേ √2 ഡിസ്റ്റൻസ്. ഈ √2 ഡിസ്റ്റൻസ് നമ്മുടെ കോമ്പസയിലിങ്ങി അളന്നെടുക്കണം. അതായത് √2 ഡിസ്റ്റൻസ് കോമ്പസയിലെടുക്കണം. എന്നിട്ട് ഈ 0യിൽ കുത്തി പിടിച്ചുകൊണ്ട് 0യെ തന്നെ വെച്ചുകൊണ്ട് ഇങ്ങനൊരു എന്തോ പറയണ്ടേ, ഒരു സെമി സർക്കിൾ അങ്ങ് വരയ്ക്കണം. അയ്യോ, എൻ്റെ സെമി സർക്കിൾ എങ്ങാണ്ടൂടൊക്കെ പോന്നു. ഇവിടുന്ന് നേരെ സെമി സർക്കിൾ ഇങ്ങോട്ട് വരയ്ക്കണം. സോറി, 1ൻ്റെ അപ്പുറത്ത് കൂടെ പോയി കേട്ടോ. 1ൻ്റെ അപ്പുറത്ത് വരുവേ സെമി സർക്കിൾ. ടീച്ചറിൻ്റെ പേന ഇങ്ങനെ ചരിഞ്ഞു പോയതാണ്. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ നമ്പർ ലൈനയിൽ ഇവിടെ എല്ലാവരും 1ൻ്റെ ഇപ്പുറത്ത് ഇതായിരുന്നു നമ്മുടെ 1 എന്ന് പറയുന്നത്. ഇത് നമ്മുടെ 1 ആയിരുന്നു. 0 1 2 3ൽ ഇതെന്തോ ഇങ്ങനെയൊക്കെ ഒത്തിരി പോയിൻ്റൊക്കെ കിടക്കുന്നത്. നമ്മൾ ഇത്രയും ഡിസ്റ്റൻസ് ആയിരുന്നു നമ്മുടെ 1 എന്ന് പറയുന്നത്. ഇതായിരുന്നു നമ്മുടെ 1ൻ്റെ അവിടെ നിന്നാണ് നമ്മൾ മേപ്പോട്ടൊരു 1 സെൻറ്റിമീറ്റർ എടുത്തത് അല്ലേ. അപ്പോൾ നമുക്ക് ഇത്രയുമാണ് √2. അത് വേണ്ടി ഇങ്ങനെ പടം വരച്ച് വന്നപ്പോൾ വേണ്ടി ഇവിടെ വന്ന് മുട്ടി. 0 തൊട്ട് ഇവിടെ വരെയുള്ള ഈ ഡിസ്റ്റൻസാണ് √2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. കണ്ടോ, ഇനി നമുക്ക് √3 വരയ്ക്കണമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ √3 വരയ്ക്കുമ്പോഴൊക്കെ മേളിലോട്ട് 1 എടുക്കുക. √3യെ നമുക്കിങ്ങനെ എഴുതരുത്. √2ൻ്റെ സ്ക്വയറിൻ്റെ കൂടെ 1 കൂട്ടാമല്ലോ. √2ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 2 അല്ലേ. √2 + 1 3 എന്നല്ലേ കിട്ടുന്നത്, √3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? √3 വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം √2 വരയ്ക്കണം. എന്നിട്ട് √2ൻ്റെ അവിടെ നേരെ പ്രൊട്രാക്ടർ കൊണ്ടുവച്ച്, ഇതല്ലേ നമ്മുടെ √2 എന്ന് പറഞ്ഞാൽ, √2ൻ്റെ അവിടെ നേരെ പ്രൊട്രാക്ടർ കൊണ്ടുവച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു 90 ഡിഗ്രി അങ്ങോട്ട് മാർക്ക് ചെയ്തു. എൻ്റെ ഇവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്തു. 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ അങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് നേരെ ആ പോയിൻ്റ് അങ്ങോട്ട് എടുക്കുക. ഇതിൻ്റെ നേർക്ക് ഈ 90യുടെ അവിടെ നേരെ പോയിൻ്റ് എടുക്കുക. ഇതാ ഇവിടുന്ന് നേരെ പോകണം. പെൻസിൽ വെച്ച് വരയ്ക്കണം. ഞാൻ വീണ്ടും പറയുന്നു, പെൻസിൽ വെച്ച് വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് നല്ല ഒരു പോയിൻ്റ് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലൈൻ വന്നിരിക്കുന്നത്. ഇതേൽ നമ്മളിനി 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. അതുകൊണ്ട് 4 വല്ലോ ഇവിടോട്ട് കൊണ്ടുവച്ചിട്ട് നേരെ ഒരു 1 സെൻറ്റിമീറ്റർ അങ്ങ് മാർക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളെടുത്ത 90 ഇല്ലേ, 90യിലാണ് നമുക്ക് 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യേണ്ടത്. 90യെ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് നമുക്ക് ദേ ഇത്രയും കിട്ടി. ആൻഡ് ഇതാണ് നമ്മുടെ പോയിൻ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് 1 സെൻറ്റിമീറ്റർ. ഇനി എന്ത് ചെയ്യണം? 0യുടെ അവിടുന്ന് ഇതിലോട്ടൊരു 1 സെൻറ്റിമീറ്റർ ഈ 0യുടെ അവിടുന്ന് അങ്ങോട്ടങ്ങ് യോജിപ്പിക്കണം. നേർക്ക് വേണേ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണേ. 1 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി നമ്മൾ എന്ത് എടുക്കണം? നമ്മുടെ കോമ്പസ് എടുത്തിട്ട് നേരെ ഈ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് എടുക്കണം. ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തെടുക്കണം. ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ കുത്തി പിടിച്ചുകൊണ്ട് സൂക്ഷിച്ചത്. വേണ്ടി ഇത്രയും ഡിസ്റ്റൻസാണ് നമ്മൾ എടുത്തേക്കുന്നത്. വേണ്ടി ഇത്രയും ഡിസ്റ്റൻസ് മാറ്റല്ലേ. ഇവിടെ ഒന്ന് തുറക്കട്ടെ. വേണ്ടി ഈ ഡിസ്റ്റൻസ് കറക്റ്റ് ആണല്ലോ. കറക്റ്റായിട്ട് വരുന്നില്ല, എന്താ പറ്റി? കോമ്പസ് ശരിയാണ്. ടീച്ചർ നോക്കട്ടെ. ഇതാ നോക്കാം. അപ്പം ഞാൻ എൻ്റെ ഇവിടുന്ന് ഇത്രയും ഡിസ്റ്റൻസ് എടുത്തു. ഇത്രയും ഡിസ്റ്റൻസ് വെച്ച് ഞാൻ അടുത്ത പോയിൻ്റ് അങ്ങോട്ട് മാർക്ക് ചെയ്ത് ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ വരണം കേട്ടോ. ഇങ്ങനെ വന്ന് നമ്മുടെ കണ്ടോ 2ൻ്റെ അവിടെ പോത്തില്ല. 2ൻ്റെ ഇപ്പുറത്ത് 1.732 ഒക്കെ വരത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ കിട്ടി നമുക്ക് ഇത്രയും. ഇവിടെ വരെ വരുന്ന ഡിസ്റ്റൻസ്, ഈ വരുന്ന ഡിസ്റ്റൻസാണ് 0 തൊട്ട് വരുന്ന ഇത്രയും ഡിസ്റ്റൻസിനെ നമുക്ക് എന്തോ പറയുന്നത് √3 എന്ന് മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് √5 മാർക്ക് ചെയ്യണം. √5 മാർക്ക് ചെയ്യണമെങ്കിൽ ഇനി ഇവിടുന്ന് നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് √5 മാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നേരെ എന്തോ ചെയ്യണം? ഇവിടെ
ഇതാ നോക്കിക്കേ, √5 മാർക്ക് ചെയ്യണമെങ്കിൽ നേരെ നമ്മൾ എന്തോ ചെയ്തു, ഒരു ഇതുപോലൊരെണ്ണം വരച്ചു, എന്നിട്ട് 0 മാർക്ക് ചെയ്തു. 0യുടെ അവിടെ നിന്ന് നമുക്കിങ്ങനെ അങ്ങോട്ട് എടുക്കാം. ഇത് 1 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ, ഇങ്ങനെ അങ്ങോട്ട് എടുത്തു. ഇവിടെ നമ്മൾ മൈനസിലേക്ക് മാറ്റുക, -1 -2 -3. അപ്പോൾ നമുക്ക് എന്തുവാ കിട്ടുന്നത്? ഇവിടെ 0 മാർക്ക് ചെയ്തു, ഇത് 1, ഇത് 2, ഇത് 3, ഇങ്ങോട്ട് -1 -2. നമ്പർ ലൈനെ മാർക്ക് ചെയ്യണമല്ലോ. നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് നോക്കണം. നമ്മൾ എപ്പോഴും മേളിലോട്ട് 1 എടുക്കാവൂ. അപ്പോൾ നമുക്ക് √5നെ √2 √3 √4 2 ആണല്ലോ, അതിപ്പം ഇവിടെ തന്നെ മാർക്ക് ചെയ്യാൻ പറ്റും. √5നെ നമുക്ക് ഇങ്ങനെ എടുക്കണം. √5 = √1ൻ്റെ സ്ക്വയറിൻ്റെ കൂടെ എന്ത് കൂട്ടുമ്പോഴാണ് 5 കിട്ടുന്നതെന്ന് നോക്കണം. 1 + 4 ആണല്ലോ. 4 എന്ന് പറയുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയറായിട്ട് എങ്ങനെ എഴുതാൻ? 2². കണ്ടോ, 2² 4 ആണ്. 4 + 1 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം? നേരെ Z² പ്രൊട്രാക്ടർ എടുത്തുകൊണ്ട് വന്ന് നേരെ നമ്മൾ എന്തോ ചെയ്യണം? ഇവിടെ വയ്ക്കണം, 2ൻ്റെ അവിടെ വയ്ക്കണം. 2ൻ്റെ അവിടെ നിന്ന് നേരെ 90 മാർക്ക് ചെയ്തു. 90 മാർക്ക് ചെയ്ത് വെച്ചിട്ട് സ്കെയിൽ വെച്ച് 2ൻ്റെ നേർക്ക് 90 മേപ്പോട്ട് എടുത്തു. ഇതുണ്ട്, 2ൻ്റെ നേർക്ക് 90 മേപ്പോട്ട്. നമുക്കൊരു 1 സെൻറ്റിമീറ്റർ മതി. ആ 2ൻ്റെ അവിടെ നിന്ന് നേരെ ഒരു 90 ഡിഗ്രി വരത്തക്ക പോലെ ഒരു 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ എന്തോ ചെയ്യേണ്ടത്? ഈ 0യും ഈ പോയിൻറ്റും കൂടെ അങ്ങ് യോജിപ്പിക്കണം. എന്തുകൊണ്ട്? ഈ കിട്ടിയ പോയിൻറ്റും കൂടെ അങ്ങ് യോജിപ്പിക്കണം. സൂക്ഷിച്ച് വരച്ചാൽ ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. ഒരു കാര്യമില്ല. കാര്യം അപ്പുറത്തെ ലാസ്റ്റ് എൻഡ് ഓഫ് എക്സസൈസിനകത്ത്, ചാപ്റ്റർ എക്സസൈസിനകത്ത് നമുക്കൊരു സ്പൈറൽ വരയ്ക്കാനുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ഡിസ്റ്റൻസ് 2 ആണ്. ഈ ഡിസ്റ്റൻസ് 1 ആകുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് എത്ര കിട്ടുന്നത്? √5. നമുക്ക് നമ്പർ ലൈനിലല്ലേ √5 വേണ്ടേ? അപ്പോൾ നമ്മൾ എന്തോ എടുത്തു? വീണ്ടും നമ്മുടെ കോമ്പസ് എടുത്തിട്ട് ഈ ഡിസ്റ്റൻസ് √5 ആണ്. ഇത് നമ്മളിങ്ങനെ അളന്ന് ഇങ്ങോട്ട് എടുക്കണം. എന്നിട്ട് ഇതാണ് √5. എന്നിട്ട് ഇതിനകത്ത് കൂടെ നേരെ അമർത്തി പിടിച്ചിട്ട് പതുക്കെ ഒരു സെമി സർക്കിൾ അങ്ങ് വരയ്ക്കണം. മാറിപ്പോവല്ലേ. സെമി സർക്കിൾ വരച്ചിഞ്ഞ് കൊണ്ടുവരുമ്പോൾ 2.14 എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് വന്ന് മുട്ടും. വേണ്ട ഈ പോയിൻ്റ് കണ്ടോ? ഈ പോയിൻ്റ് നമുക്ക് ഇവിടെ റെഡ് വെച്ച്, റെഡ് ഉണ്ടല്ലോ, കണ്ടോ ഈ ഒരു പോയിൻ്റ് ക്ലിയർ ആണോ? അത് കളറുള്ള ഉണ്ട് ഈ പോയിൻ്റ് കണ്ടോ? ഈ ഒരു പോയിൻ്റ് ഇത്രയും ഡിസ്റ്റൻസ് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഈ സെമി സർക്കിൾ ഇവിടെ വന്ന് മുട്ടിയിരിക്കുന്ന ഇത്രയും ഡിസ്റ്റൻസാണ് √5 എന്ന് പറയുന്നത്. കണ്ടോ? ഇതുപോലെ നമുക്ക് എന്തിനും √6 വരയ്ക്കണേ √5 1 എടുക്കണം, √7 വരയ്ക്കണേ √6 1 എടുക്കണം. ഇങ്ങനെ മേപ്പോട്ട് 1 എടുത്തിട്ട് 1² ബാക്കി ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോയി നമുക്ക് സ്പൈറൽ വരയ്ക്കാം. അല്ലേ ഇത് തന്നെ നമുക്ക് ഏത് വേണേലും നമ്പർ ലൈനെ വരയ്ക്കാം. മനസ്സിലായല്ലോ എല്ലാവർക്കും? എങ്ങനെയാണ് നമ്പർ ലൈനയിൽ നമുക്ക് റാഷണൽ നമ്പറിനെ അടയാളപ്പെടുത്തുക? നമ്മൾ മേപ്പോട്ടുള്ള ഡിസ്റ്റൻസ് എപ്പോഴും 1 എന്നേ പോകാവൂ. ബാക്കിയുള്ളതിനെ നമ്മൾ ഈ വരുന്ന ഡിസ്റ്റൻസ് എത്രയാണ് അതിൻ്റെ ഒരു സ്ക്വയർ നമ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യുക. √2 വരച്ചു ആദ്യത്തേത്. √3 വരയ്ക്കണേ √2 1 എടുക്കണം. √5 എന്ന് പറയുമ്പം 2ൽ നിന്ന് 1 എടുക്കണം. √6 വരയ്ക്കണേ √5 വരച്ചിട്ട് പിന്നെ അതേന്ന് 1 എടുക്കണം. √7 വരയ്ക്കണേ √6 1 എടുക്കണം. അങ്ങനെ ഇതേപോലെ തന്നെ ആ പ്രൊസീജിയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? അത്രയും കാര്യങ്ങൾ മനസ്സിലായി അല്ലേ? അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് നമ്പർ ലൈനെ വരയ്ക്കുന്നത് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലായല്ലോ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. കുറച്ച് എങ്ങനെയാണ് റാഷണൽ നമ്പറിനെ പ്രൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു നമ്പർ തന്നാൽ അത് റാഷണലാണ് √5 അതിനെയൊക്കെ പ്രൂവ് ചെയ്യാനും പഠിച്ചു. നമ്മൾ എങ്ങനെയാണ് ഈ റാഷണൽ നമ്പറിനെ നമ്പർ ലൈനെ മാർക്ക് ചെയ്യുന്നത് പഠിച്ചു. ഇത് രണ്ടും 2-3 പ്രാവശ്യം കണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇത് പരീക്ഷയ്ക്ക് ഇതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആണ് ആ √2 റാഷണൽ ആണെന്നൊക്കെ പ്രൂവ് ചെയ്യുന്നത്. അതെന്തായാലും ചോദിക്കും. എല്ലാവരും നന്നായിട്ട് ആ മെത്തേഡ് സിമ്പിളാണ്. ആ മെത്തേഡ് ഒരേ പ്രൊസീജിയറിൽ ഇങ്ങനെ അങ്ങ് പോയാൽ മതി. അപ്പോൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ. ബൈ.